കേരളത്തിലെ വയനാട്ടിലെ വിസ്മയിപ്പിക്കുന്ന ബ്രഹ്മഗിരി കുന്നുകൾക്ക് സമീപം മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. സഹ്യമല ക്ഷേത്രമെന്നും ദക്ഷിണകാശിയെന്നും അറിയപ്പെടുന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രം ദക്ഷിണേന്ത്യയിൽ ഉടനീളമുള്ള തീർത്ഥാടകരുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വയനാട്ടിൽ നിന്ന് 48 കിലോമീറ്റർ അകലെയാണ് തിരുനെല്ലി ക്ഷേത്രം. കൽപ്പറ്റയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും നിരവധി KSRTC ബസ്സുകൾ ഉണ്ട്. സ്വന്തം വണ്ടിയിലും വരാം. പാർക്കിംഗ് ഫീസ് ഉണ്ട്. കേരള കർണാടക അതിർത്തിയിലാണ് തിരുനെല്ലി ക്ഷേത്രം. മനോഹരമായ ബ്രഹ്മഗിരി കുന്നുകൾ കണ്ട് മലയോര ഭൂപ്രകൃതിയിലൂടെയുള്ള ഒരു റോഡ് യാത്ര വളരെ സന്തോഷം തരുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ് തിരുനെല്ലി ക്ഷേത്രം. തിരുനെല്ലി ക്ഷേത്രം സ്ഥാപിച്ചതിൻ്റെ കൃത്യമായ രേഖകൾ ലഭ്യമല്ല. ചേര രാജാവായ കുലശേഖരൻ ഈ ക്ഷേത്രം സ്ഥാപിച്ചു എന്ന് കണക്കാക്കപ്പെടുന്നു. ചേര രാജാവായ ഭാസ്കര രവിവർമ്മ ഒന്നാമൻ്റെ കാലത്താണ് തിരുനെല്ലി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറിയത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം മലയാള പദമായ നെല്ലിയിൽ നിന്നാണ് തിരുനെല്ലി എന്നു പേര് വന്നത്. അതിമനോഹരമായ സഹ്യ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വിഷ്ണു ക്ഷേത്രം ബ്രഹ്മാവാണ് നിർമ്മിച്ചതെന്ന് പരാമർശിക്കുന്നു. ബ്രഹ്മാവ് തൻ്റെ ഹംസത്തിൽ പ്രപഞ്ചം ചുറ്റുകയായിരുന്നു. ഈ ബ്രഹ്മഗിരി കുന്നുകൾ കണ്ടപ്പോൾ ഇതിൻ്റെ മനോഹാരിതയിൽ ആകൃഷ്ടനായി ആ സ്ഥലത്തേക്ക് ഇറങ്ങിയ ബ്രഹ്മാവ് ഒരു നെല്ലിമരത്തിൻ്റെ കീഴിൽ വിശ്രമിക്കവേ അതിൽ ഒരു വിഗ്രഹം ഉള്ളതായി കണ്ടു. ആ വിഗ്രഹം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റേതാണെന്നും ഇത് വൈകുണ്ഠം തന്നെയാണെന്നും തിരിച്ചറിഞ്ഞു. ദേവന്മാരുടെ സഹായത്തോടെ ബ്രഹ്മാവ് വിഗ്രഹം സ്ഥാപിക്കുകയും ഈ ക്ഷേത്രത്തെ തിരുനെല്ലി ക്ഷേത്രമെന്ന് വിളിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രം രാവിലെ 5:30 മുതൽ 12 വരെയും വൈകിട്ട് 5:30 മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. കേരളത്തിലെ പരമ്പരാഗത വാസ്തുനിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളും ഉണ്ട്. ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിനു സമർപ്പിച്ചു എന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നും പറയുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലനിരകൾ ബ്രഹ്മഗിരി എന്ന് അറിയപ്പെടുന്നത്. കരിങ്കൽപ്പാത്തികൾ പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിലേക്ക് മലമുകളിൽ നിന്ന് ജലം എത്തിക്കാൻ നിർമ്മിച്ചതാണ്. കരിങ്കൽപ്പാത്തികൾ സഞ്ചാരികൾക്ക് വിസ്മയമാണ്. ഓടുമേഞ്ഞതാണ് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര. നീളമുള്ള കരിങ്കൽ പാളികളാണ് ക്ഷേത്രത്തിൻ്റെ നിലത്തു പാകിയിരിക്കുന്നത്. മേൽക്കൂരയെ താങ്ങി നിർത്തുന്നത് 30 കരിങ്കൽ തൂണുകളും. ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രം നവീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പുലർച്ചെ ബ്രഹ്മാവ് ക്ഷേത്രത്തിലെത്തി ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതിനാൽ ക്ഷേത്രത്തിലെ പുരോഹിതൻ രാത്രിയിൽ ക്ഷേത്രം അടയ്ക്കുന്നതിനു മുമ്പ് പൂജയ്ക്ക് ആവശ്യമായ പൂജാ സാമഗ്രികൾ ക്ഷേത്രത്തിനുള്ളിൽ വയ്ക്കുന്നു. ഇനി പാപനാശിനി കാണാൻ പോകാം. ഇത് പഞ്ചതീർത്ഥം. 5 തീർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഉള്ളതാണ് ഐതിഹ്യം. ഭഗവാന്റെ തൃക്കൈകളിലുള്ള ശംഖ്, ചക്ര, ഗദ, പത്മ എന്നിവ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖ്, ചക്ര, ഗദ, പത്മത്തിൻ്റെ തീർത്ഥവും
ഭഗവാന്റെ അഭിഷേക തീർത്ഥവും ചേരുന്നതാണ് പഞ്ചതീർത്ഥം. പഞ്ചതീർത്ഥക്കുളത്തിന്റെ നടുവിൽ കാൽപ്പാടിന്റെ ചിത്രമുള്ള ഒരു പാറയുണ്ട്. ഇതിനെ വിഷ്ണുപാദം എന്ന് വിളിക്കുന്നു. ഇതാണ് വിഷ്ണുപാദം. കർക്കിടക ബലിതർപ്പണത്തിന് മലബാർ മേഖലയിൽ ഏറ്റവും അധികം ആളുകൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. തിരുനെല്ലിയിൽ ബലിയിട്ടാൽ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. വർഷം മുഴുവനും ഇവിടെ ബലിതർപ്പണം നടക്കാറുണ്ടെങ്കിലും കർക്കിടക മാസത്തിലെ വാവുബലിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. തിരുനെല്ലിയിൽ ദർശനം നടത്തി പാപനാശിനിയിൽ മുങ്ങി നിവർന്നാൽ പാപങ്ങളെല്ലാം തീരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. പിതൃബലി, തിലഹവനം, പിതൃപൂജ എന്നിവയാണ് ഇവിടെ നടത്തുന്നത്. പണ്ട് കാലത്ത് തൃശ്ശിലേരി ക്ഷേത്രത്തിൽ മഹാദേവന് വിളക്ക് വെച്ച് തൊഴുത് പാപനാശിനി അരുവിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തിയ ശേഷം തിരുനെല്ലിയിൽ എത്തി മഹാവിഷ്ണുവിനെ തൊഴുതു മടങ്ങണം എന്നതാണ് രീതി. ഇന്ന് അത് പിന്തുടരുന്നവർ ചുരുക്കമാണ്. പാപനാശിനി എന്ന പേരു വരാൻ കാരണം ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണു ഈ പ്രദേശത്തെ വെള്ളം എല്ലാ പാപങ്ങളും കഴുകിക്കളയുമെന്ന് വാഗ്ദാനം ചെയ്തു. ക്ഷേത്രത്തിനടുത്തുള്ള ഈ നദി പാപനാശിനി എന്ന് വിളിക്കുന്നു. ഇതിൽ കുളിച്ചാൽ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്നു. പാപനാശിനി അരുവിക്ക് സമീപം ഗുനിക എന്ന ചെറിയ ഗുഹാക്ഷേത്രം കാണാം. ഇത് ശിവക്ഷേത്രമാണ്. ബലിതർപ്പണത്തിന് ശേഷം ശിവഭഗവാനിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനായി ഭക്തർ ഇവിടം സന്ദർശിക്കുന്നു. ഇവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കല്ലുകൾ കൂട്ടിവെക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടെ തന്നെയാണ് ആളുകൾ കല്ലുകൾ കൂട്ടിവെക്കുന്നത്. ഓരോ ആളുകളുടെയും വിശ്വാസം അനുസരിച്ച് അവർ കല്ലുകൾ കൂട്ടിവെച്ചാൽ അവർക്ക് വീടുണ്ടാകും എന്നാണ് വിശ്വാസം. ഇതാണ് ഭഗവാൻ ശിവന്റെ ഗുനിക ക്ഷേത്രം. അങ്ങനെ ത്രിമൂർത്തികളുടെ അതുല്യമായ സാന്നിധ്യത്താൽ തിരുനെല്ലി അനുഗ്രഹീതമാകുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.